ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് വാള മീൻ കറി ഉണ്ടാക്കാമേ. ഇതിനൊക്കെ നമ്മളെ നാട്ടിൽ ഈ മീനിനെ ചുണ്ണാമ്പ് വാള എന്നാണ് പറയണത്. അപ്പം ഞാൻ ഇടയ്ക്ക് വീഡിയോ ഇട്ടപ്പോൾ ചിലർ പറഞ്ഞ് ഇത് വാളയില്ല, ഇതിന് വേറെന്തോ പേരാണ് പറഞ്ഞത്. നമ്മളെ ട്രിവാൻഡ്രത്തൊക്കെ ചുണ്ണാമ്പ് വാള എന്നാണ് പറയണത്. നമുക്കിതിനെ ആദ്യം ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ എനിക്കിന്ന് 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് 2 എണ്ണത്തിന് ഇന്ന് ആദ്യം ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പം നല്ല ഫ്രഷ് മീനാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. ഇതാണ്ടോ, അതാണ് നല്ല അതിൻ്റെ പുറമൊക്കെ നന്നായിട്ടിരുന്ന മീനുങ്ങണത് കണ്ടോ, നല്ല ഫ്രഷാണ് ഇന്നത്തത്. ഇനി നമുക്കിതിനെ അരിയാം. നമുക്കപ്പോൾ ഇതിൻ്റെ പുറത്ത് ചുണ്ണാമ്പ് കളയാൻ നമ്മളൊരു സ്ക്രബ്ബർ ഇതിന് വേണ്ടി മാത്രം എടുത്ത് മാറ്റി വെച്ചിരിക്കണം. അതാകുമ്പോൾ ഇതിനെ എടുത്ത് ഉരയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പുറത്തുള്ളതൊക്കെ നന്നായിട്ട് ഇളവും. ഇത് നന്നായിട്ട് പോയില്ലെങ്കിൽ നമുക്ക് ഇത് പിന്നെ കഴിക്കുമ്പോഴത്തേക്ക് വയറിനൊക്കെ പ്രശ്നമാവും. അതുകൊണ്ട് ഈ ചുണ്ണാമ്പൊക്കെ അത്രയും നന്നായിട്ട് ഇളക്കിയെടുക്കണം. വേണ്ട, നമ്മളിങ്ങനെ ഇതിട്ടാക്കുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് ഇളവും. നമ്മൾ പിച്ചാത്തിയിട്ടാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു പാട് വരും. ഇതാകുമ്പോഴത്തേക്ക് നന്നായിട്ട് പോവും. വേണ്ട, ഇത് കണക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ഈ മീൻ നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ. നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് തേങ്ങ നമുക്ക് ഒരു ശകലം അരച്ചാൽ മതി, നല്ല ടേസ്റ്റാണ്. പിന്നെ തേങ്ങ അരയ്ക്കാതെ ഉണ്ടാക്കാം. പിന്നെ ഇതിൻ്റെ ഈ ചുണ്ണാമ്പൊക്കെ ഇളക്കി എടുക്കാൻ കുറച്ച് പാടെന്നേ ഉള്ളൂ, അല്ലാതെ നല്ല മീനാണ്. എന്താ, നമ്മളിതിനേക്കാൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടേ. 2 നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇനി നമുക്കിതിൻ്റെ ഈ ചിറകൊക്കെ എടുത്ത് കളയണം. അപ്പം അത് നല്ല എളുപ്പമാണ്. നമുക്ക് ബാക്കി ചെയ്യും പോലെയില്ല. നമുക്കിതാ ഈ വാലിൻ്റെ അവിടെ നിന്ന് വെട്ടിക്കൊടുക്കണം. ഇവിടെ സൈഡിലൊരു വെട്ട് കൊടുത്തിട്ട് ഇതാ നമ്മളിങ്ങനെ പിടിച്ച് വലിക്കുമ്പോഴത്തേക്ക് അത് അത്രയും കൂടെ ഇളകി വരും. ഇതാ സിമ്പിൾ. നമുക്കിതിൻ്റെ ചുണ്ണാമ്പ് ഇളക്കണതാണ് നല്ല പാട്. പിന്നെ നമ്മൾ ഈ തലയൊക്കെ മുറിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് നോക്കണം. അത് നമ്മളെ പല്ലുകാർ കൊണ്ടാ കൈ കീറിപ്പോവും. ഇതിൻ്റെ പല്ല് കണ്ടോ, ഇതിപ്പോൾ കൊണ്ടാൽ മതി. എൻ്റെ കയ്യിലിതൊരു ശകലം കൊണ്ടപ്പോഴത്തേക്ക് തന്നെ അങ്ങ് നന്നായിട്ടങ്ങ് കീറിപ്പോയി ഇവിടെ. അതുകൊണ്ടിതാ നമുക്ക് ഈ ഭാഗത്തൊന്നും തൊടണ്ട. നമുക്ക് ആ ഭാഗമൊക്കെ കത്തിരി കൊണ്ട് വെട്ടിക്കൊടുക്കണം. ഭയങ്കര കട്ടിയാണ് ഇതിൻ്റെ തലയുടെ അവിടെയൊക്കെ. അപ്പോൾ നമ്മൾ തൊട്ടാൽ നമ്മളെ കൈയൊക്കെ മുറിയും. അതുകൊണ്ട് വെട്ടിയെടുക്കണം. നമ്മൾ ആ സംഭവത്തിൽ തൊടാൻ പോകരുത്. അത് കണക്കിന് ഇതിൻ്റെ ഈ ചെവളയൊക്കെ ഉണ്ടല്ലോ, അതിൽ തൊട്ടാലും കൈ മുറിയും. അതുകൊണ്ട് അവിടെയൊക്കെ നമ്മൾ ഈ കത്തിരിയിട്ട് വെട്ടിയെടുക്കുകയും ചെയ്യാനുള്ളൂ. എന്നിട്ടിതാ ഇതിൽ തൊട്ടാലും അത്രയും മുള്ളാണ്. അതുകൊണ്ട് അതൊക്കെ നമുക്ക് പതുക്കെ എടുത്ത് കളയണം. കൈ കൊണ്ട കീറിപ്പോവും. ഇതത്രയും മുള്ളാണ് ഈ ഭാഗത്തിരിക്കണതൊക്കെ. അതൊക്കെ നമുക്കിത് കണക്ക് പതുക്കെ എടുക്കണം. അത് ഇത്തിരി കൊണ്ടാൽ മതി, കൈയൊക്കെ കീറിപ്പോവും. അതുകൊണ്ട് ആ ഭാഗമൊക്കെ നമുക്കങ്ങ് ഇതേപോലെ എടുത്തൊക്കെ കളയാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കൈ മുറിഞ്ഞാൽ പിന്നെ ഉണങ്ങാൻ ഭയങ്കര പാടായിരിക്കും. പിന്നെ ഒരാഴ്ച വേണം. അതുകൊണ്ട് അതൊക്കെ എടുത്ത് കളഞ്ഞ് ഇനി നമുക്ക് ഇതിൻ്റെ വയറിൻ്റെ കൂടെ കീറിക്കൊടുക്കാം. എന്നിട്ട് അകത്തുള്ളതൊക്കെ എടുത്ത് കളയാം. അതേപോലെ നമുക്കിനി അടുത്ത മീനും ക്ലീൻ ചെയ്യണം. ഇത് നമുക്ക് പെട്ടെന്ന് വലിച്ചെടുക്കുമ്പോൾ അപ്പം ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ കുടലെല്ലാം എടുത്ത് കളഞ്ഞതോ ക്ലീനായി. ഇനി നമുക്ക് അരിഞ്ഞെടുക്കാം. നമുക്ക് പെട്ടെന്ന് കത്തിരി കൊണ്ടൊക്കെ വെട്ടിയൊക്കെ എടുക്കാം.
ചന്തയിലൊക്കെ ഇപ്പോൾ പോയാൽ നല്ല ഫ്രഷ് മീൻ കിട്ടാൻ പാടാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ ഇതേപോലെ കടപ്പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് നല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ വാങ്ങിച്ചുകൊണ്ട് വരാം. നമുക്ക് ബാക്കി അരിഞ്ഞു കൊടുക്കാം. ഇന്ന് നമുക്ക് തേങ്ങ ഒരു ശകലം ചേർത്തരയ്ക്കാം. എന്നുവെച്ചാൽ 1 നാക്ക് 2 നാക്ക് തേങ്ങ മതി, കൂടുതൽ ചേർക്കണ്ട. അങ്ങനെ നമ്മളിതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനാദ്യം അരപ്പൊക്കെ റെഡിയാക്കാം. ഇനി നമുക്കിതിന് അരയ്ക്കാൻ ആവശ്യത്തിന് മുളക് പൊടിയൊക്കെ എടുക്കാം. അപ്പം ഒരു 1.5 സ്പൂൺ മുളക് പൊടി എടുക്കാം. ഞാൻ 1 സ്പൂണും പിന്നെ അതാ ഒരു 3/4 സ്പൂണും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു മീൻ ഇന്നത്തേക്ക് എടുത്തിട്ട് ഒരു മീൻ നാളത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പൊടികളും ആ ഒരു അളവിനെടുത്താൽ മതി. ഇനി നമുക്കിതിന് ഒരു 3/4 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് എന്നിട്ട് നമുക്കിതിനെ വറുത്തെടുക്കണം. മുളക് പൊടിയും മല്ലിപ്പൊടിയും നന്നായിട്ട് വറുക്കണം. നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പൊടിയാണെങ്കിൽ അത് മതി. ഞാനിത് മീനിനൊക്കെ അന്നേരം എല്ലാത്തിനും ഇങ്ങനെ വറുത്താണ് എടുക്കാറുള്ളത്. അതുകൊണ്ട് നമുക്ക് വറുത്തെടുക്കാം. നമുക്കതായതിന് തേങ്ങയും ശകലം മതി. നമ്മൾ ഉലുവയും മഞ്ഞൾപ്പൊടിയും പുളിയും കൊച്ചുള്ളിയും കൂടെ പിന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 കുരുമുളകും കൂടെ, അതെല്ലാം കൂടെ അരച്ചെടുത്തതിൽ നമുക്ക് കുറച്ച് ഒരു നാക്ക് തേങ്ങ മതി, അതും കൂടെ ചേർത്തൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് അരപ്പുണ്ടല്ലോ, ഇത് നമുക്കതിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൽ നിന്ന് ആവശ്യത്തിന് ഉപ്പെടുക്കണം. എന്നിട്ട് നമ്മൾ ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഈ വാള കഷ്ണങ്ങൾ അതിൽ വെച്ച് കൊടുക്കാം. അതിൽ ഇട്ട് കൊടുക്കണം കഷ്ണങ്ങളൊക്കെ. എന്നിട്ട് നമുക്ക് ബാക്കി മുളകും തക്കാളിയും മുരിങ്ങയ്ക്കൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളി നമുക്ക് 1-2 ഒക്കെ ഇടാം. പുളിപ്പ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് 2 എണ്ണം ഇടാം, അല്ലെങ്കിൽ 1 എണ്ണം ഇടാം. അപ്പം ഞാൻ ഒരു വലിയ തക്കാളി ഇട്ട് കൊടുക്കണം. നമുക്കൊരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, 2 മുളകും പിന്നെ മുരിങ്ങയ്ക്കയും കൂടെ ഉണ്ട്. ഇതെല്ലാം കൂടെ അതിലരിഞ്ഞിട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മളെല്ലാം അരിഞ്ഞിട്ടിട്ടുണ്ട്. നമ്മൾ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ മൂപ്പിക്കുമ്പോൾ നന്നായിട്ട് മൂപ്പിക്കുകയും വേണം. പിന്നെ പുളി നമുക്ക് മീനിനൊക്കെ അരയ്ക്കുമ്പോൾ നല്ല കറുത്ത പുളി എടുക്കണം. എന്നാലും മീൻ നമ്മൾ അരയ്ക്കുമ്പോഴേക്ക് കറിക്ക് നല്ല കളർ വരുള്ളൂ. നമ്മൾ കറുത്ത പുളി തന്നെ എടുക്കണം, അല്ലെങ്കിൽ ചുവപ്പ് കളർ കണക്കിരിക്കും. അപ്പോൾ ഇവിടെ ചുവന്ന കളർ അത്ര ഇഷ്ടമില്ല, അതുകൊണ്ട് നല്ല കറുത്ത പുളി അരയ്ക്കുള്ളൂ. അപ്പോൾ നല്ല കളറാണ്. ഇനി നമുക്കിത് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചല്ല, നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് അവസാനം കടുക് വറുത്തൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പം ഇനി നമുക്കൊരു 10-20 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് റെഡിയാവും. ഇത് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ കറി കുറച്ചും കൂടെ വേണമെന്നുള്ളവർക്ക് ഇതിന് മുമ്പായിട്ട് ഓഫ് ചെയ്താലും മതി. ഞാൻ ഒത്തിക്കൂടെ വറ്റിച്ചാണ് എടുത്തത്, തീരെ വറ്റിച്ചില്ല. ഇതാ ഈ ഒരു പരുവം, തീരെ വറ്റിപ്പോവാതെ കറിയൊക്കെ ഉണ്ട്. ആ ഒരു പരുവത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ കടുക് വറുത്തൊഴിച്ചിട്ടുണ്ട്. വറ്റൽ മുളകും കൊച്ചുള്ളിയും കടുകും കൂടെ വറുത്ത് വെച്ചിരിക്കണമെങ്കിൽ നമുക്ക് അതിലൊഴിച്ചു കൊടുക്കാം. അപ്പോൾ മീനൊക്കെ വെച്ച് കടുകൊക്കെ വറുത്തൊഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് കറി ഉണ്ടാക്കിയാലും അവസാനം കടുകും കൂടെ വറുത്തൊഴിക്കുമ്പോഴേ ആ ഒരു നല്ലൊരു രുചി ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് അവിയലിനാണെങ്കിൽ ഞാൻ കടുക് വറുത്തൊഴിക്കില്ല, അല്ലാതെ പച്ച വെളിച്ചെണ്ണ മാത്രം അവസാനം ഒഴിച്ചു കൊടുക്കും. അങ്ങനെ നമ്മൾ മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോകളൊക്കെ ഓരോ ദിവസങ്ങളായിട്ട് ഇടാം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ പഴയ വീഡിയോസൊക്കെ കാണാത്തതുണ്ടെങ്കിൽ അതും കൂടെയൊക്കെ ഒന്ന് കാണണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നാളെ വീണ്ടും കാണാം.